ഞാൻ ഇന്നലെ ഒരു പോയം വായിച്ചു. വെറുതെ വായിച്ചു തുടങ്ങിയതാണ്. പക്ഷേ അത് വായിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ പോയത്തിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ ഡ്രമാറ്റിക് മോണോലോഗിൽ ഒരു ഡ്യൂക്ക് തൻ്റെ മരിച്ചുപോയ ഡച്ചസിനെ കുറിച്ച് പറയുന്നതാണ്. ഡ്യൂക്ക് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലെ ഒരു റൂളറാണ്. അയാളുടെ വൈഫാണ് ഡച്ചസ്. ഒരു കൺട്രിയിൽ നിന്നും ഒരു മെസ്സഞ്ചർ ഡ്യൂക്കിന് ഒരു പുതിയ മാരേജ് പ്രപ്പോസലുമായി കാണാൻ വന്നതാണ്. അപ്പോൾ ഡ്യൂക്ക് തന്റെ പഴയ ഡച്ചസിന്റെ പെയിന്റിംഗ് കാണിച്ചു കൊടുത്ത് ഇതൊരു ഫ്രാ വരച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഫ്രാ എന്ന് പറയുന്നത് പുരോഹിതനാണ്. പിന്നെ ഡ്യൂക്ക് പറയുന്നുണ്ട്, ആക്ച്വലി ഇതൊരു ഫ്രാ വരച്ചതല്ല, കാരണം ഇതിലെ ഡച്ചസ് നല്ല ബ്ലഷ് ആയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഡ്യൂക്ക് അങ്ങനെ പറഞ്ഞത്? പിന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ട് തോന്നിയത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിന്റിങ് കർട്ടൻ ഇട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഡ്യൂക്കിന് മാത്രമേ ആ കർട്ടൻ മാറ്റാനുള്ള അവകാശമുള്ളൂ. പിന്നെ ഡ്യൂക്ക് പറയുന്നുണ്ട്, എൻ്റെ 900 വർഷം പാരമ്പര്യമുള്ള ഡച്ചസ് എന്നുള്ള പദവി ഞാൻ അവൾക്ക് കൊടുത്തപ്പോഴും ഒരു തോട്ടക്കാരൻ ഒരു ബെറി നൽകിയപ്പോഴും ഒരേ സന്തോഷമായിരുന്നു, ഒരേ പുഞ്ചിരിയായിരുന്നു ഡച്ചസിന്. സ്ത്രീ തന്റെ ഭർത്താവിന്റെ സാമീപ്യത്തിൽ മാത്രമേ സന്തോഷിക്കാൻ പാടുള്ളൂ എന്നാണോ? പിന്നെ ഡ്യൂക്ക് പറയുന്നുണ്ട്, ഞാൻ അവസാനം ഒരു കമാൻഡ് കൊടുത്തു, അതോടുകൂടി എല്ലാ പുഞ്ചിരിയും അവസാനിച്ചു. പിന്നെ അവസാനം ഒരു പെയിന്റിംഗ് കാണിക്കുന്നുണ്ട്. ഗ്രീക്ക് ദേവനായ നെപ്റ്റ്യൂൺ ഒരു കുതിരയെ മെരുക്കുന്നതാണ് ആ പെയിന്റിംഗ്. ഏത് ലേഡി ആയാലും അവരുടെ മേൽ താൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചിരിക്കും എന്നാണ്. പക്ഷേ ഇതിലെ വിരോധാഭാസം എന്താന്ന് വെച്ചാൽ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും ഡൗറിയുടെ കാര്യം പറയാൻ ഡ്യൂക്ക് മറന്നില്ല എന്നുള്ളതാണ്. 16th സെഞ്ചുറിയിൽ നടന്ന ഒരു ഇൻസിഡന്റ് ഈ 21st സെഞ്ചുറിയിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡച്ചസിന്റെ പെയിന്റിംഗ് ഇപ്പോഴും ഏതൊക്കെ വീടിന്റെ ചുവരിൽ നമുക്ക് കാണാൻ കഴിയുന്നു തന്നെയല്ലേ? ഒരിക്കലെങ്കിലും ഒരു അടിമ തന്റെ ഉടമയെ സ്നേഹിച്ചിട്ടുണ്ടോ?